ഏതായാലും കെ വി ഗണേഷ് കുമാർ കുറേ നാൾ മുമ്പ് അദ്ദേഹം മന്ത്രിയാകുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ പിതാവ് അന്തരിക്കുന്നതിന് മുമ്പ് എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തു വന്നാലും ഈ സുകുമാരൻ നായരുടെ കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നിനക്കൊരു പ്രത്യേക നോട്ടം വേണം. വളരെ കാര്യമായി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോളം സഹായിക്കണം എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് അന്ന് അദ്ദേഹം പ്രസംഗിച്ചത്. അദ്ദേഹം അന്ന് വാനോളം സുകുമാരൻ നായരെ പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥിതി നേരെ തിരിച്ചായിരിക്കും. അതായത് ചില ആൾക്കാർ മരിക്കാൻ നേരം പിന്നെ മകളെ പിടിച്ച് ഈ മുറച്ചെറുക്കൻ്റെ കൈ കൊടുത്തിട്ട് ഞാൻ ഇവളെ നിന്നെ ഏൽപ്പിക്കുകയാണ്, നിരാശപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ പോലെയാണ് ബാലകൃഷ്ണപിള്ള മരിക്കാറായ സമയത്ത് കൈ പിടിച്ച് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തെ നീ നോക്കിക്കോണം, ഇദ്ദേഹം ഒരു ഒറ്റബുദ്ധിയാണ്, അദ്ദേഹം വഴി തെറ്റിപ്പോകാൻ നീ നോക്കിക്കോണമെന്ന് പറഞ്ഞ് ഗണേഷിനെ ഏൽപ്പിച്ച് വിട്ടതാണ്. പക്ഷേ എന്തോ ചെയ്യാൻ പറ്റും അല്ലേ? എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അങ്ങോട്ട് ഗണേഷ് കുമാർ ഇപ്പോൾ ഏതാണ്ട് NS-ന്റെ ഒരു ഭാരവാഹിത്വത്തിലും ഇല്ലാത്ത അവസ്ഥയായി. പത്തനാപുരത്ത് NS-ന് അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം പോയി, ആരോപണങ്ങൾ കൊണ്ടുവന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്ന് പറയാം. കാരണം ഈ ഗണേഷിനെ കുടുംബ വീട്ടിൽ നിന്ന് ഭാര്യ കൈയോടെ പിടിക്കുന്നു മറ്റൊരു യുവതിക്കൊപ്പം, അതിന് പിന്നാലെ തൊട്ട് പിന്നാലെ ഇങ്ങനെ എടുത്ത് ദൂരെ കളയുന്നു. താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് എടുത്ത് കളയുന്നു. ഡയറക്ടർ ബോർഡിൽ നിന്ന് ഒഴിവാക്കുന്നു. അതിന് പിന്നാലെ ഇയാൾ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ തോക്കുന്നത്. ഇത്രയും വർഷം മത്സരിച്ചിട്ട് ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ തോക്കുന്നു. അതിന്റെ പിന്നാലെയാണ് ഈ ഡയറക്ടർ ബോർഡിൽ നിന്ന് എടുത്ത് മാറ്റുന്നത്. അങ്ങനെ എങ്ങും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ഗണേശൻ മാറി. കാരണം കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്ന ഒരു പാർട്ടി അദ്ദേഹം മാത്രമായതുകൊണ്ട് അദ്ദേഹം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും തന്നെ സംഘടിപ്പിച്ചിട്ടില്ല. പിന്നെ ഭാരവാഹിത്വങ്ങളില്ല, കമ്മിറ്റികളില്ല, ഒന്നുമില്ല. ആകെപ്പാടെ എനിക്ക് തോന്നുന്ന പത്തനാപുരത്തും കൊട്ടാരക്കരയിലും മാത്രം 1-2 കമ്മിറ്റി, അല്ലാതെ വേറെ ഒന്നും എങ്ങുമില്ല. അങ്ങനെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഗണേഷ് ഇങ്ങനെ ഇതിലേക്ക് അനാഥനായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു വേളയിലാണ് ഇന്നലെ എന്തൊക്കെയോ സംഭവിച്ചല്ലേ? ഇന്നലെ സംഭവിച്ചത് തിരുവനന്തപുരത്ത് മന്നം മെമ്മോറിയൽ നാഷണൽ ക്ലബ്ബ്, തിരുവനന്തപുരം പ്രസ് ക്ലബിന് തൊട്ടടുത്തുള്ള വലിയ പ്രസ്താവ ക്ലബ്ബാണ്. വളരെ പഴയ കാലത്ത് തന്നെ ഉള്ള ഒരു ക്ലബ്ബാണ്. അവിടെ വെച്ച് ഒരു ബുക്ക് റിലീസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗണേഷ് കുമാറാണ് ആ ബുക്ക് റിലീസ് ചെയ്യുന്നത്. മുഖ്യ പ്രഭാഷകനൊക്കെ അദ്ദേഹമായിരുന്നു. പക്ഷേ ഈ സംഘടന എനിക്ക് തോന്നുന്നത് NSSന്റെ അനുകൂല സംഘടന അല്ല എന്നാണ് തോന്നുന്നത്. നായർ സംരക്ഷണ സമിതി, സംരക്ഷണ സമിതി പോലെ നായർ സംരക്ഷണ സമിതിയുണ്ട്. അപ്പോൾ അവർ പറയുന്നു, അവിടുത്തെ ഭാരവാഹികൾ പറയുന്നു, ഇവിടെ ഹാള് ഇനി അനുവദിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അവർ പറയുന്ന ന്യായം അവിടെ കറണ്ട് ഇല്ലായിരുന്നു, അങ്ങനെ എന്തോ ആണ്. എന്തായാലും തൊട്ടടുത്തുള്ള പ്രസ് ക്ലബിലേക്ക് പിന്നീട് മാറ്റുന്നു. അവിടെ ചടങ്ങ് നടക്കുന്നു. ഈ ചടങ്ങിൽ വെച്ച് ഗണേഷ് കുമാർ അതിരൂക്ഷമായ രീതിയിൽ സുകുമാരൻ നായരെ കളിയാക്കുന്നു. അത് ഞാനും ഇങ്ങനെ എവിടെയോ ശ്രദ്ധിച്ചു. നമ്മൾ കയറി വരുന്നത് കാര്യം ഇയാൾ തല കുമ്പിട്ടിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും താഴെ താഴെ വീണ സാധനം എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും. അദ്ദേഹം ഇങ്ങനെ നോക്കും. അദ്ദേഹം എത്ര പ്രമുഖനാണ്. അദ്ദേഹം പറഞ്ഞ ശശി തരൂരിനെ പോലുള്ള വലിയ ആളുകൾ വന്നാലുള്ള കാര്യം പോലും ഇങ്ങനെയാണെന്നൊക്കെയാണ് പറഞ്ഞത്. ചുരുക്കത്തിൽ വരുന്ന ആളുകളെ ആദരിക്കുന്നത് പോലും ഇല്ല. അല്ല, വരുന്ന ആളുകൾ അയാളെ ബഹുമാനിക്കണം എന്നുള്ളതാണ് അയാളുടെ രീതി. ഇരിക്കാൻ പാടില്ല എന്ന് പോലും. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കും, ഞാൻ ആരുടെ മോനാണെന്ന് അറിയാമോ എന്ന് ഗണേഷ് കുമാർ പറയുന്നുണ്ട്. ഞാൻ അവിടെ ഇരിക്കും, ഇരുന്ന് സംസാരിക്കും. അങ്ങനെ ഇരിക്കുന്ന അദ്ദേഹം താല്പര്യം. അതെ, ഇദ്ദേഹം പറഞ്ഞേക്കുന്ന ഇപ്പം മന്ത്രി ആയാലും കേന്ദ്രമന്ത്രി ആയാലും രാഷ്ട്രപതി ആയാലും അയാൾ വന്ന് ഇയാളെ വണങ്ങണം. അല്ല, നമ്മളെ ഉപരാഷ്ട്രപതിയെ പോലും അവിടെ അടുപ്പിച്ചില്ല. അതായത് മന്ന സമാധി വണങ്ങുന്നതിന് മുമ്പ് ജനറൽ സെക്രട്ടറിയെ വണങ്ങണം. എന്നിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ അദ്ദേഹം ഒരു പടി പൊങ്ങിയിരിക്കും, നിങ്ങളൊക്കെ ഒരു പടി താഴെ ഇരിക്കും. ആ രീതിയിൽ നിൽക്കണം എന്നാണ് പറഞ്ഞുകൊണ്ട് വെക്കുന്നത്. ഇപ്പം ഗണേഷ് കുമാർ അതിരൂക്ഷമായ രീതിയിലാണ് ഇന്നലെ വിമർശിച്ചത്. അക്കാര്യത്തിൽ NSSന് ശക്തമായ പ്രതിഷേധം ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അവരിന് എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്കറിയില്ല. ഈ മന്നം മെമ്മോറിയൽ NSS ഈ നാഷണൽ ക്ലബിന് NSS വരെ നേരിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെയൊന്നും അറിയില്ല. ഈ പുസ്തകം എനിക്കത് പ്രകാശനം ചെയ്ത് ഗണേഷ് കുമാർ ഏറ്റുവാങ്ങിയത് അനൂപ് ചന്ദ്രൻ എന്ന് പറയുന്ന നടനാണ്. രണ്ടുപേരും ആളാം വീതം ശരിക്കും സുകുമാരൻ നായരെ തെറി പറഞ്ഞു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതെന്താ ദേവദാരു പൂക്കുന്ന ഇടവോ അങ്ങനെ കണ്ടാണ് ആ പുസ്തകത്തിന്റെ പേര്. അങ്ങനെ എന്തോ ഒരു നീണ്ട പേരാണ്, സാഹിത്യ പേരാണത്. അപ്പോൾ അതെന്തായാലും അത് എനിക്ക് തോന്നുന്നത് NSS നേതൃത്വത്തിനെതിരെയുള്ള ഒരു പുസ്തകം ആയിരിക്കാനാണ് സാധ്യത. ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം. എന്തായാലും മറ്റേ സംരക്ഷണ സമിതിക്കാരാണല്ലോ ആളുകൾ. അപ്പോൾ എന്താണെങ്കിലും ഇത് വളരെ വിചിത്രമായ ഒരു കാര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ അതെനിക്ക് തോന്നുന്നു 6 നൂറ്റാണ്ടിലധികം പത്തനാപുരം SNDP യൂണിയൻ NSS യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം അതുപോലെ NS ഡയറക്ടർ ബോർഡ് മെമ്പർ, NSന്റെ ഏറ്റവും ഒരുപക്ഷെ NSന്റെ ജനറൽ സെക്രട്ടറി ആവാൻ എല്ലാ അർഹത ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ബാലകൃഷ്ണപിള്ള. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം അതായില്ല. അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് NSSൽ ഇപ്പോൾ നടക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ആരോപണം. ഇത്രയും നാൾ ഈ അഴിമതിയിൽ പങ്കാളിയായിരുന്നു ഗണേഷ് കുമാർ. പത്തനാപുരത്ത് അവിടുത്തെ മറ്റേ പത്മ കഫേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് ഗണേഷ് കുമാറിന് നേരെ അന്ന് നേതൃത്വം ഉയർത്തിയിരുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അപ്പോഴും മനസ്സിലാവുന്നില്ല.
ഏതായാലും കേരളത്തിലെ 2 പ്രബല സമുദായ സംഘടന NSSലും SNDPയിലും രണ്ടിടത്തും ഇപ്പം നടക്കുന്നത് ഈ മാതിരി പോരാട്ടങ്ങളാണ്. ഈ SNDPയുടെ അത്രയും സാമ്പത്തിക തട്ടിപ്പ് NSSൽ ഇല്ല. കാരണം എനിക്കറിയാവുന്ന ഒരു കാരണമാണ്. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബന്ധുവിന് NSSൽ ഒരു നിയമനം കിട്ടി. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം നമ്മളിപ്പോൾ SNDP ട്രസ്റ്റ് സ്കൂളിൽ കീഴിലുള്ള ഒരു സ്കൂളിൽ ഒരു ഹൈസ്കൂൾ അധ്യാപക തസ്തികയിലേക്ക് നിയമനത്തിന് നമ്മൾ അപേക്ഷിച്ച് 65 തൊട്ട് 75 ലക്ഷം രൂപ വരെ കൊടുക്കണം. സ്കൂൾ ടീച്ചറിന് കൊടുക്കണം. സ്കൂൾ ടീച്ചർ, അതായത് ഹൈസ്കൂളിലേക്ക്. അപ്പോൾ ഈ പണം നമ്മൾ വെള്ളാപ്പള്ളി നടേശന് ക്യാഷ് ആയിട്ട് കൊണ്ടു കൊടുക്കണം. 5 പൈസ തരത്തില്ല, രസീത് തരത്തില്ല. ഈ പണം എത്തിച്ച് ചാക്കി കെട്ടി എത്തിച്ച് കൊടുക്കുന്നതിൻ്റെ പിറ്റേന്ന് ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടും തരും. ഇങ്ങനെയാണ് നമ്മളുടെ ഒരു അനുഭവം. അപ്പം ഞാനിത് ഈ NSSലെ ഒരു അനുഭവം, ഞാൻ ഇതുപോലെ ഒരാൾ കയറി, ഏതാണ്ട് ഞാൻ ഈ പറഞ്ഞ തുകയുടെ പകുതി പൈസ പോലും ആകുന്നില്ല. എൻ്റെ ഒരു 25 ലക്ഷം രൂപ 27 ലക്ഷം രൂപ സ്കൂൾ അധ്യാപകർ ഹൈസ്കൂളിലേക്ക് കൊടുത്താൽ മതി. കോളേജിലും കുറവാണെന്ന്. അതെ. അപ്പോൾ അത് എങ്ങനെ കൊടുക്കണമെന്ന് വെച്ചാൽ ഒന്ന് ഡ്രാഫ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ചെക്ക് കൊടുക്കണം. അത് രേഖാമൂലമുള്ള. അത് കൊടുത്തു കഴിയുമ്പോൾ യൂണിയൻ ഈ NSS ആസ്ഥാനത്ത് നിന്ന് രസീത് എഴുതി വാങ്ങിച്ചതായിട്ട് എത്ര രൂപ വാങ്ങിച്ചതായിട്ട്. എന്നിട്ട് ഇവർ പിന്നെ നിയമനവും കൊടുക്കും. പിന്നെ നിയമനത്തിന് ഒരു പ്രായപരിധിയുണ്ട്. അതായത് കാശും കൊണ്ട് ചെല്ലുന്ന എല്ലാവർക്കും ഒന്നും നിയമനമില്ല. ഇപ്പം 25 വയസ്സ് കഴിഞ്ഞ ഒരാൾ BEd ഒക്കെ കഴിഞ്ഞ് റെഡിയായ ഉപയോഗിക്കുന്ന കാശുമായിട്ട് അങ്ങോട്ട് ചെന്നാൽ അവിടെ നിൽക്കാൻ പറയും. ഇവരെ പിന്നെ നിയമനത്തിലുള്ള പ്രായപരിധി 39 വയസ്സാണ്. 39 വയസ്സ് തികഞ്ഞവർക്ക് മാത്രമേ കൊടുക്കൂ. അങ്ങനെയുണ്ട്. അങ്ങനെ കൊടുക്കും. ആ കാര്യത്തിൽ എനിക്ക് അവരോടൊരു NSSനോടൊരു താല്പര്യമുണ്ട്. അതേസമയം നമ്മൾ ഈ SNDPയിൽ വെള്ളാപ്പള്ളി നടേശം മേടിക്കുന്നത് എങ്ങനെയാണ്? കാശ് കണക്കില്ലാതെ കാശ് മേടിക്കും. ഇതിനൊന്നും ഒരു രേഖയുമില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ കോളേജ് അധ്യാപക നിയമനം 86 വേക്കൻസി ചർച്ച ചെയ്തു. 1,10 ലക്ഷം രൂപ വെച്ച് ഒരു ഉദ്യോഗാർത്ഥിയുടെ കയ്യിൽ നിന്ന് വാങ്ങും. ഇയാൾ നിയമനം കൊടുക്കും, മാനേജ്മെൻറ്റ് നിയമനം കൊടുക്കും. പക്ഷേ ഈ നിയമനം ആരെ അംഗീകരിക്കണം? ശമ്പളം കിട്ടണമെങ്കിൽ ഗവൺമെൻറ് അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം ഗവൺമെൻറ് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം 123 അധിക തസ്തികകൾ ഇവിടെ ഉണ്ട്. അധിക അധ്യാപകർ അധികമായിട്ട് 123 പേര് വെളിയിൽ കിടക്കുക. അതിൻ്റെ കൂടെയാണ് ഈ 86 എണ്ണം കൂടെ. അപ്പോൾ മൊത്തം കൂടെ എത്രയായി? 230 210 മേളിൽ ആയിട്ടില്ലേ? അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോയിൻമെൻറ്റ് കിട്ടിയല്ലോ, പിന്നെ വേണ്ടത് സർക്കാരിൻ്റെ അപ്രൂവലാണ്. സർക്കാർ അപ്രൂവൽ കൊടുക്കാതെ വരുമ്പോൾ ഈ കാശ് കൊടുത്തവർ വെള്ളാപ്പള്ളിയെ കാണാൻ ചെല്ലും. വെള്ളാപ്പള്ളിക്ക് എന്താണ് വന്നത്? അത് അപ്രൂവൽ കിട്ടി. അതെൻ്റെ ബാധ്യതയൊന്നുമല്ല. ഞാൻ നിങ്ങളുടെ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി തന്നിട്ട് സർക്കാർ നിങ്ങൾക്ക് അപ്രൂവൽ, നിങ്ങൾ വേണമെങ്കിൽ കോടതി പോയി മേടിച്ചു. 1,10 ലക്ഷം രൂപ സ്വാഹ. അതാണ് വരാൻ പോകുന്നത്. അപ്പം അതേ രീതിയിലാണ് മുന്നോട്ട്. അപ്പോൾ ഈ ഗണേഷ് പറയുന്ന പോലെ സ്വജനപക്ഷപാതവും അഴിമതിയും ഒക്കെ അദ്ദേഹം ആരോപിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനിപ്പം ഈ ജനറൽ സെക്രട്ടറിയോട് വലിയ വിരുദ്ധ നിലപാടുണ്ട്. അതിൻ്റെ പേരിലാണ് എന്താണെങ്കിലും അവിടുത്തെ നിയമന നടപടിക്രമങ്ങളൊക്കെ ഇതാണ് രീതി തന്നെയാണ് നടക്കുന്നത്. ജനറൽ സെക്രട്ടറി ബന്ധുക്കളെയൊക്കെ ഒരുപാട് നിയമിച്ചെന്നൊക്കെയാണ് ഇവർ പലരും ഉയർത്തുന്ന ആരോപണങ്ങൾ. ആയിരിക്കാം, അത് സംഭവിക്കും. ഇപ്പം ബന്ധുക്കൾക്ക് കൊടുത്തെങ്കിൽ പോലും ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്ന് ഇത്രയും പൈസ അല്ലേ മേടിക്കുന്നത്? കൊടുക്കേണ്ട പൈസ ഉള്ളവർക്ക് അവർ നിയമനം കൊടുക്കുന്നുണ്ടല്ലോ. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ ഒരു +2 അധ്യാപികയാണെങ്കിൽ 1 കോടി രൂപ വരെ ഇവർ മേടിക്കുന്നുണ്ടെന്നാകട്ടെ. മാത്രമല്ല എനിക്ക് തോന്നുന്നത് NSSൽ നായർ സമുദായങ്ങൾക്ക് മുൻഗണനയുണ്ട്. NSSൽ അതേ ഉള്ളൂ. എന്നാൽ അവർക്ക് പൊതുവെ മുന്നോക്ക സമുദായം ആയതുകൊണ്ട് അവർക്ക് അല്ലാതെ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. SNDPയിൽ അങ്ങനെയല്ല, കാശാര് കൂടുതൽ കൊടുക്കുന്നു അവർക്കെല്ലാം കൊടുക്കും എന്നുള്ളതാണ് അവസ്ഥ. എന്താണെങ്കിലും ഗണേഷിന് ചൊരുക്കുണ്ട്. ഗണേഷ് ഈ പിന്നെ NSS സംരക്ഷണ സമിതിയോട് ചേർന്നുകൊണ്ട് ഇദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കാനുള്ള നീക്കം നടത്തുന്നു എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ സംശയം. അത് ഇനിയിപ്പോൾ അടുത്ത ഗണേഷിൻ്റെ ലക്ഷ്യം NSS പിടിക്കുക എന്നുള്ളതായിരിക്കും.